Let us welcome Pastor Girish to minister from the word of God. Hallelujah. Welcome, Pastor Girish. താങ്ക് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേൾക്കാമോ പാസ്റ്റർ? Yeah, I'm hearing. താങ്ക് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാജു പാസ്റ്ററുമായ കുടുംബത്തിനായി ചർച്ചിനായി സ്തോത്രം ചെയ്യുന്ന ഞാൻ I praise God for God Almighty for the opportunity He has given to him to be the part of today's fasting prayer, and I praise God for that. And I pray and I bless the church too. ഇത് 5ാമത്തെ ദിവസമാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ചർച്ചില് ഞാൻ ആദ്യമായി യാത്ര ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ശേഷം മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി പോകുന്ന ഒരു സഭ ഈ സഭയാണ്, നിങ്ങളുടെ സഭയാണ്. എനിക്കൊന്നും അറിയാം, കർത്താവ് വെറുതെ അല്ല ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. I know that this is the second church I visited in my ministry. The first I was visited in Africa, and the second church I was visited in Middle East, that is in Heavenly Worship Center, and I believe that it is a plan of God has been given us this divine connection. എനിക്ക് തോന്നുന്നു വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടെ ഞാൻ യാത്ര ചെയ്ത് മിഡിൽ ഈസ്റ്റിലേക്ക് ഈ ചർച്ചിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 3ാമത്തെ അവസരമായി ഞാൻ കണക്കാക്കുന്നു. 3ാമത്തെ ദിവസം യേശു കാനാവിലെ വീട്ടിൽ വന്നതുപോലെ ചില അടയാളങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. Amen. I believe this is the third time I'm visiting Heavenly Worship Center, and I believe that it's the third day in which God has visited the wedding house of Cana, did the miracles. I believe that even today the same God is going to do the miracles in your midst. കർത്തനാദാസൻ സാജു പാസ്റ്റർക്കായി സ്തോത്രം. താൻ വഹിക്കുന്ന അപ്പോസ്തലിക് മാൻഡിലിനായി എൻ്റെ ലീഡർഷിപ്പിലുള്ള ഓരോ വ്യക്തികളോട് ഞാൻ വന്ദനം ചൊല്ലുകയാണ്. എനിക്ക് എല്ലാവരും അറിയില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്നോട് സംസാരിക്കണം. Praise the Lord. Everybody pray. I praise God for the pastor and all the leadership of the Heavenly Worship Center. Everybody pray. Lord, speak to me. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. Lord, we pray together. Speak to us. ഞങ്ങളുടെ പ്രാർത്ഥനാ മനുഷ്യനെ എഴുന്നേൽപ്പിക്കണമേ. Lord, let our prayer person to arise in us. ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി തിരിക്കുവാൻ അതിന് കഴിയുമല്ലോ. Lord, our prayer life is able to change our lifestyle. ജീവന്റെ വചനത്തെ ഞങ്ങൾക്ക് തരണം. Lord, give me the word. അയാൾ ആത്മാവിനെ തുറക്കുകയാണ്. I am releasing the Spirit of God into the situation. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. Amen. Amen. ഇന്നത്തെ വചനധ്യാനത്തിനായി 1 തിമോത്തി chapter 2 verses 1 and 2. I'm going to 1, 2, 3, 4 ആണ്. 1, 2 വായിച്ചാൽ മതി. 1 Timothy chapter 1 verse 1, 2 verses. Chapter 2 verses 1, 2. 1 Timothy chapter 2 verse 1, 2 and 3. Listen, yeah. Therefore I exhort you first of all that supplication, prayer, intercession and the giving of thanks be made for all men. അപ്പോസ്തലനായ പൗലോസ് തന്റെ അന്ത്യകാല സമയത്ത് തിമോത്തിക്ക് വ്യക്തിപരമായി എഴുതുന്ന ഒരു ലേഖനമാണിത്. As we know that the apostle Paul was in the end time, he's writing a personal letter to his disciple Timothy. തിമോത്തി വളരെ യൗവനക്കാരനായിരുന്നു. താൻ വേഗത്തിൽ വളർച്ച പ്രാപിച്ചു. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി നാള് കഴിഞ്ഞ് പാസ് ആദ്യം തന്നെ പറഞ്ഞു, ക്രിസ്തുവിൽ ഡിലേ ഇല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് രീതിയിൽ ഒരു പ്രൊമോഷന് നിൽക്കാതെ നിങ്ങളുടെ ആയിരിക്കുന്ന ഈ പ്രായത്തിൽ ഈ നിമിഷത്തിൽ വേഗത്തിൽ ഒരു ഗ്രോത്ത് ദൈവരാജ് സാധ്യമാണ്. It is God is able to make it an immediately and a sudden growth, a quick growth, even not like Old Testament is delaying. In the New Testament, God is doing everything quickly. Get ready. വളരെ യൗവനത്തിൽ തന്നെ തിമോത്തി ആത്മീയമായ ഒരു വളർച്ച പ്രാപിച്ചു. താൻ ഇപ്പോൾ ഒരു ബിഷപ്പാണ്. അനേക ചർച്ചകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ബിഷപ്പാണ്. Very suddenly and very quickly, Timothy has become a bishop and he is the head of many churches. അപ്പൊ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ എഴുതുന്ന കത്തല്ല ഇത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം അപ്പോസ്തലനായ പൗലോസ് തന്റെ അന്ത്യകാലത്ത് സഭയോട് സംസാരിക്കേണ്ടതിന് വ്യക്തിപരമായ ഒരു ബിഷപ്പിന് എഴുതുന്ന ലേഖനമാണിത്. It was the epistle to writing to the bishop. He is not considering as a young boy, but he is writing as a matured person because he is the head of many churches. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ നിജപുത്രനായ തിമോത്തിയെ താൻ അപ്പൻ മകൻ എന്ന് എഴുതുന്നത് വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ പറയാം, ഒരു പ്രോഫറ്റിക്കൽ റെലത്തിൽ പറയാം. When if we want, we can say that it's a prophetical realm. It is like a letter in which a father writing to his son. വേറെ അനദർ ഡൈമെൻഷനിൽ വേണമെങ്കിൽ പറയാം, ഒരു ജനറേഷൻ പഴയ നിന്ന വചനത്തിന് വേണ്ടി റെവലേഷന് വേണ്ടി നിന്ന ഒരു ജനറേഷൻ അവർ മൂവ് ചെയ്യുകയാണ്, അവർ മാറുകയാണ്.
ഒരു പുതിയ ഏറ തുടങ്ങുമ്പോൾ അവർക്ക് കൈമാറിയ ഒരു ലേഖനമായി, അർത്ഥം നമ്മൾക്ക് കൈമാറുന്ന ഒരു ലേഖനമായിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. Let us consider that epistle was like is handing over to the new generation like us, or we can say it is not to Timothy, it is like it is written and handing over to us. പൗലോസ് പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. He is saying the important things in your life is prayer. എന്ന് വെച്ചാൽ തിമോത്തി എന്ന ബിഷപ്പിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പറയുവാണ്, ലേഖനം എഴുതാൻ പറയുകയാണ്, ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിമോത്തി പ്രാർത്ഥന തന്നെ. Paul is writing to the bishop Timothy. Timothy, the important thing, the priority in your life is prayer. വീണ്ടും ജനിച്ച ദൈവപദലിന്, ഒരു ശുശ്രൂഷകന് അല്ല ഒരു വിശ്വാസിക്ക് തന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. Oh, I want to tell you, remind you, if you are a born again believer, in your life, the prayer is most important things which is required in your life. പ്രയോറിറ്റി ഓഫ് പ്രയറിനെ പറ്റി തിമോത്തിക്ക് ജ്ഞാനം കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ് പൗലോസ്. Paul is giving the wisdom to establish or implement in his life. Give the priority for the prayer. അവിടെ 4 തരത്തിലുള്ള പ്രാർത്ഥന പറയുന്നുണ്ട്. യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്ര പ്രാർത്ഥന, 4 തരത്തിലുള്ള പ്രാർത്ഥന പറയുന്നുണ്ട്. Here he says about a 4 type of prayer in that chapter. In that chapter. അതില് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. He said it is pray for the king and authorities and the people who are not yet born again. We need to pray for that. കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് ഇവിടെ പറയാത്തൊരു പ്രാർത്ഥന കാണാൻ പറ്റും, പോരാട്ട പ്രാർത്ഥന. And again another dimension, another place Paul is reminding us to the prayer in wrestling in our prayer. എന്ന് വെച്ചാല് സഭ പ്രാർത്ഥിക്കുമ്പോൾ സഭ തികഞ്ഞവരാകേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് കൊലോസ്യർ 4:12-13 പറയുന്നു. And he is saying, reminding the church, let the church pray in order to become a perfect church. എന്ന് വെച്ചാല് ദൈവത്തിന്റെ മിസ്റ്ററി ഓഫ് വിൽ ഓഫ് ഗോഡ് അറിയണമെങ്കിൽ സഭ പ്രാർത്ഥിക്കണം. Oh, if you want to the mystery of God, the will of God to reveal in the mystery, the church need to pray in order to reveal the mystery and the revelation into the church. ശ്രദ്ധിക്കണമേ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വളർച്ചയെ നിശ്ചയിക്കും. Oh, our prayer will assign or will give the result for our growth. എന്ന് വെച്ചാൽ നമ്മളുടെ ഫോക്കസ് പ്രേയറിലാണെങ്കിൽ അത് നിന്റെ വളർച്ചയെ നിശ്ചയിക്കും. It will assign or decide your growth. It is based on your prayer. സിമ്പിളായിട്ട് ആരും വളരുകയല്ല, ആരും വളരുകയല്ല. No one is simply there growing. പ്രാർത്ഥനയാണ് അവർ വളർച്ചയെ നിശ്ചയിക്കുന്നത്. Oh, the prayer will assign. Prayer will decide their growth. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ അവസാന കാലങ്ങളിൽ തിമോത്തിക്ക് ലേഖനം എഴുതും പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിമോത്തി പ്രാർത്ഥനയാണ്. Oh, that's why Paul in the end time when he wrote the letter to his beloved son Timothy, oh Timothy, the important things is prayer. 2-ാം അധ്യായം 3-4 പറയാണ്, prayer is good and acceptable എന്ന് പറയുകയാണ്. നല്ലതാണ്, ദൈവത്തിന് അത് സ്വീകാര്യമാണ്. Oh, he says the prayer is good and acceptable in the sight of God our Savior. എന്ന് വെച്ചാൽ ഗുഡ് എന്നതിന്റെ അർത്ഥം ചുമ്മാതൊരു എക്സ്ട്രീംലി ഗുഡ്, വളരെയേറെ നല്ലതാണ്, സോ ഗുഡ് എന്നാണ് പറയുന്നത്. It is not to say that it's an ordinary or verbal we can say good, but it is excellent provision. Excellent thing is say that the prayer is the excellent things. പ്രാർത്ഥന എന്നുള്ളത് എക്സ്ട്രീംലി ഗുഡ് ആണ്, അക്സെപ്റ്റബിൾ ആണ് ദൈവത്തിന്. Oh, it is the extreme good thing which can please our God. നമുക്ക് കാണാം, യേശു അതിരാവിലെ എഴുന്നേറ്റ് വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചു. അർത്ഥം അന്ന് രാവിലെ യേശു സംഭവിക്കേണ്ടത് യേശു പ്രാർത്ഥനയിൽ മനസ്സിലാക്കുകയാണ്. Amen. In the night, as we know that in the night, all the night God was spending with the presence of God, with the prayer, because what he was praying tomorrow morning, the things in which he is going to do it, he prayed in the night before his Father. നമുക്ക് കാണാം, യേശു ലാസറിന്റെ കല്ലറയിൽ പബ്ലിക്കായി യേശു പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ചാകട്ടോ. പേഴ്സണൽ പ്രാർത്ഥനയിൽ സമയം ചെലവിടാത്തവരെ, കോൺഫിഡൻസ് ഇല്ലാത്തവരെ പബ്ലിക്കായി കണ്ടമാനം പ്രാർത്ഥിക്കും. എന്നാൽ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നു നിന്ന് 2-3 വാക്കാ പറഞ്ഞു, പിതാവേ ഇവർ നിമിത്തം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ, ദാറ്റ്സ് ഓൾ. I mean, as we know that in front of the tomb of Lazarus,
Jesus was prayed a simple and a small prayer. Means in his personal prayer, he spent a lot of time. The person who is not spending the lot of time in his personal prayer, in his public prayer, he will have a long prayer. നോക്കണം എനിക്കറിയില്ല യേശുവിന്റെ പേഴ്സണൽ പ്രയർ എങ്ങനെയാന്ന്. പക്ഷെ ഒരു ഗ്ലിംസ് യോഹന്നാൻ തരുന്നുണ്ട്. But we don't know how the personal prayer was with the Jesus. But John is giving just a small idea. ജോൺ പറയുന്നത് ഞങ്ങൾ മഹത്വമലയിൽ ഇരിക്കുമ്പോ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ മുഖം പ്രകാശിച്ചു, വസ്ത്രം പ്രകാശിക്കാൻ തുടങ്ങി. I mean, when he was with him in the mount, we saw that when he's praying, his entire glory was shine upon his face, and he was filled in the glory. യോഹന്നാൻ പറയുന്നു ആകാശം തുറക്കുന്നു, മോശ ഇറങ്ങി വരുന്നു, ഏലിയാവ് ഇറങ്ങി വരുന്നു, അന്തരീക്ഷം മുഴുവൻ ചൂടുപിടിക്കുകയാണ്, ദൂതന്മാരെ കൊണ്ട് നിറയുകയാണ്. I mean, when we saw something, when he was with him, when he prayed, we saw the heaven is open. All the Moses and the Elijah that appeared, and he was filled with the glory. That's what our experience when we were with him in prayer. Thank you, Pastor. Amazing translation. See, നിങ്ങൾ നോക്കണം ഇത് യോഹന്നാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് യോഹന്നാൻ എഴുതിയത്. John, when he had an opportunity to write it, he was explaining about the prayer life of Jesus. ഞാൻ വിചാരിക്കുകയാണ് യേശുവിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവന്റെ മുഖം സാധാരണ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ടാകാം. I believe that all his personal prayer, he was being a transformed person. Maybe I believe that angels has been descending and ascending before him. എന്ന് വെച്ചാൽ ശബത്തിന്റെ രാവിലെ പ്രാർത്ഥിക്കുമ്പോ പിതാവ് പറയാണ് പുത്രനോട് തനിക്കൊരു സന്ദേശം ലഭിക്കുകയാണ്. എനിക്കുന്ന ഒരു അസൈൻമെന്റ് ഉണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ചെയ്യണം. പരീക്ഷൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചത് കൊണ്ട് യേശു പറയുന്നു പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നും അത്ഭുതം ചെയ്യും. Amen, Lord. Thus we know that every day when he speak, when pray before the Sabbath, all the morning, night, all the night he pray, and he will say, today is the Sabbath, Lord. All the night, the time when he spent the presence of the prayer on the day of Sabbath, Lord, he did the wonderful things and the miracles in the day of Sabbath, because the night he was spent in the presence of God. പ്രാർത്ഥിക്കാത്ത പരീക്ഷ പറയാണ്, വചനം മാത്രം അറിയാവുന്ന പരീക്ഷ പറയാണ്, ജഡത്തിൽ വചനം അറിയാൻ പറയാണ് ഇന്ന് അത് ചെയ്യരുത്. പ്രാർത്ഥിക്കുന്നവൻ പറയുന്നു ഇന്ന് അത് ചെയ്യണമെന്ന്. The person who know the word of God in his flesh, he was established, he was discerned the word of God in his flesh, and he said, today is the Sabbath, do not do any miracles. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. Here we can see the difference between the person who depend upon the flesh, depend upon the word alone, but this here we can see the difference upon the person who is praying. യേശു സകലത്തിനും മുൻപേ പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. The word of God is teaching us everything. Before he does everything, he prayed. നമ്മുടെ ബൈബിൾ തുടങ്ങുമ്പോൾ പറയുന്നു ആദിയിൽ ദൈവം. When they were starting the Bible, the word of God said, in the beginning God. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ദൈവം ആകട്ടെ നമ്മുടേത്. Let us, even the day which we start with the God. വചനം പറയുന്നു, യോഹന്നാൻ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു. John wrote in his epistle, in his gospel, say, in the beginning was God. The word. എന്ന് വെച്ചാൽ the beginning was word. എന്ന് വെച്ചാൽ യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ തുടങ്ങുന്നത് വചനത്തിലായിരിക്കണം. ലോഗോസ് റേമയാക്കിക്കൊണ്ട് വേണം തുടങ്ങാൻ. പ്രാർത്ഥനയിൽ ഇത് സാധ്യമാവുകയുള്ളൂ. I mean, if you want to have anything in your prayer, let us start with the logos. Let us start with the rhema word. Let us start with the word of God. അനുദിനം കേൾക്കുന്നവൻ ഒരു കാര്യം അറിയാം, ഇന്ന് എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്, ഞാൻ ചെയ്യേണ്ടത് പ്രീ പ്ലാൻഡ് ആണ്, അത് അവന് ഉറപ്പുണ്ട്. Then that such a person, he know that today what I am doing, it is not me, it is God alone. So he will have the preparing the plan accordingly. പ്രാർത്ഥന നമ്മുടെ വളർച്ചയെ ഡെസ്റ്റിനേഷനെ നിശ്ചയിക്കും. Our prayer will design or assign our destination and our growth. ഞാൻ പറഞ്ഞല്ലോ ഈ ദേവദാസൻ സാജു പാസ്റ്റർ അപ്പോസ്തോലിക് മാനിലെ കാര്യത്തിന് തെളിവ് ഞാൻ പറയാം. സാധാരണ ആരും തൊടാത്തൊരു വിഷയത്തേക്ക് തൊടുകയാണ് പ്രാർത്ഥന. സാധാരണ എല്ലാവരും തൊടുന്നത് മറ്റു പലതുമാണെങ്കിലും അപ്പോസ്തോലിക് മൈൻഡിനെ ഇത് മനസ്സിലാകത്തുള്ളൂ. എന്താ പ്രാർത്ഥന?
Oh, only I can say that what mantle Apostle Sergio is having, because no one is going to touch about the theme of the prayer. That's why, oh, the apostolic calling, apostolic mantle on him. That's what he touched the matter, the theme of prayer. എന്ന് വെച്ചാൽ തിമോത്തിയോട് അപ്പോസ്തലനായ പൗലോസ് റീസൺ ഓഫ് പ്രയർ പറയാണ്. 2-ാം അധ്യായം 3-4 വാചനം പറയുന്നു റീസൺ ഓഫ് പ്രയർ. That's what the word, that's what Paul as an apostle writing his disciple Timothy, oh, it is the better or excellent thing which is needed in your life is prayer. ഒരു തലമുറയ്ക്ക് ഒരു മൂപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പോസ്തലൻ പറഞ്ഞെടുക്കുകയാണ്, ദൈവം കുഞ്ഞെ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. Oh, then apostle or an elder, he is writing his disciple, oh, my beloved son, our God deserving the prayer. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ഭയങ്കരമായി ആഗ്രഹിക്കുന്നു കുഞ്ഞേ. Our God is greatly deserving the prayer, my son. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ദൈവം ശരിക്കും നമ്മുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ? May I ask you one question? Really our God is serving the prayer or not? ഞാൻ ഈ പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. You have to hear very carefully, attentive very carefully. പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹിതം നടക്കാനല്ല, ദൈവഹിതം നടക്കാനാണ്. Prayer is not to have your will, but it is the will of God to be happen. God need to be happens. എന്തിനാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നത്? Why God deserving, or why we are waiting for our prayer? നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭൂമിയെ ദൈവം മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. Oh, the God is handed over the earth in the hand of man. മനുഷ്യന്റെ കയ്യിൽ ഇത് ഭരിക്കുവാൻ, ഇതിന്മേൽ രാജ്യത്വം വാഴുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. God has handed over the earth is handed over to the men to dominion and to rule this nation. സ്വർഗം ദൈവത്തിനുള്ളതാകുന്നു, മനുഷ്യന് ഭൂമി ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. Heaven is for God and earth is for the man. നോക്കണം, നിങ്ങൾ ഇനി ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളുടെ പെർമിഷൻ ദൈവത്തിന് ആവശ്യമാണ്. കാര്യം ദൈവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. God is established whatever the things he want to do it on earth, he need your permission. എന്ന് വെച്ചാൽ അതാ പറഞ്ഞ, യേശുവിനെ കോ വർക്കേഴ്സ് നമ്മൾ. യേശു നമ്മുടെ കൂടെ പ്രവർത്തിക്കണമെങ്കിൽ യേശുവിനെ നാം അനുവദിക്കണം പ്രാർത്ഥനയിൽ. We are the co-workers of Jesus Christ. If God want to do anything on this earth, we have to permit him, we have to allow him. ശ്രദ്ധിക്കുക, യേശു ഭൂമിയിൽ വന്നിട്ട് പറയുകയാണ്, സഭ എന്റേതാ, പക്ഷെങ്കിൽ ആരെങ്കിലും തുറക്കാമെങ്കിൽ ഞാൻ അകത്ത് വരാം. Amen. But God came to the earth and said, church is mine. But if no one is opening, until someone open the door, then only I will enter into the church. ബൈബിൾ പറയുന്നു, അങ്ങ് ആകാശപിതാവിന്റെ സ്വർഗത്തിൽ തന്റെ ദൈവത്തിന്റെ ദേവാലയം താനെ തുറന്നു. കാരണം അത് സ്വർഗത്തില, ഇവിടെ നാം തുറക്കേണ്ടതാണ് പ്രാർത്ഥനയിൽ. I mean, the Bible says in heaven the door of the church in heaven is opened, or it is open itself. But on earth somebody need to open the door for Jesus to enter. യേശു പറഞ്ഞു, ഞാൻ കേറാൻ ആരൊന്ന് തുറക്കണമെന്ന്. നിങ്ങളുടെ സഭയുടെ ഇടയൻ, സഭയുടെ രാജാവാണ്, സഭയുടെ പ്രവാചകനാണ്. നിന്റെ കുടുംബത്തിന്റെ രാജാവ് നീയാണ്, പ്രവാചകൻ നീയാണ്, നിന്റെ ഇടയൻ നിന്റെ വീട്ടിലെ നീയാണ്. പ്രാർത്ഥിച്ച നിന്റെ വീട് യേശുവിനെ തുറക്കണം. Oh, you are the shepherd of your church, your house. You are the king of your house, and you are the minister of your house. So as the head of the house, you need to open the door for your house to Jesus to enter. കരമുയർത്തി പറയാ, കർത്താവേ, പ്രാർത്ഥനയിൽ എന്റെ കുടുംബത്തെ തുറക്കുകയാണ്, എന്റെ തലമുറയെ തുറക്കുകയാണ്, എന്റെ വീടിനെ തുറക്കുകയാണ്, എന്റെ ദേശത്തെ, എന്റെ സഭയെ തുറക്കുകയാണ്. Everybody lift up your hands and pray. Lord, I am opening the door. Oh, let you may enter. You may enter into my family. I may open the door for the nation of Bahrain. You may enter into the nation of Bahrain. Lord, I open the door for my business. You may enter and rule. I open the door for my children's life. You may enter. I open all the closed area which is in my life. Lift up your hands and pray. Lord, enter to my life, enter to my family, enter to my church, enter to my all environment in the name of Jesus. ഞാൻ ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും നോക്കൂ, ആരെങ്കിലും തുറക്കാനുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥനയിൽ ദേശമൊന്ന് തുറക്കാനുണ്ടോ? ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. God is looking for a person who is able to stand in the midst. And God is looking for who is able to door for me to enter into this nation or into family. എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞു, ചാൾസ്, ബ്രദർ ചാൾസ്, നിങ്ങളുടെ മീതെ പ്രാർത്ഥിച്ച നീ
ചില സംസ്ഥാനങ്ങളെ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ തുറക്കാൻ ഞാൻ ഈ മുംബൈ, ഗോവ, നോർത്ത് ഹിന്ദിക്കാരെ ഞാൻ കാണുക. അവരുടെ ഡോർ നിന്റെ മുന്നിൽ തുറന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. I'm seeing the door upon the Pastor Charles. There is a North India somewhere. The North India, the door is open for you. The people are waiting for you. Oh, open. The door is open for the gospel. നിങ്ങളിലൂടെ കർത്താവ് ചില ഗോവ, മഹാരാഷ്ട്ര അങ്ങനെയുള്ള ഭാഗങ്ങൾ ഓപ്പൺ ആക്കി പ്രാർത്ഥിക്കാൻ പറയുന്നു. God is saying to pray for Goa, Maharashtra. Such places you target on it and pray for those places. അവിടം തുറന്നു വരുന്ന ഞാൻ കാണുന്നു. I'm seeing that that nation is opening for Jesus. നോറ സിസ്റ്ററെ, കർത്താവിനോട് നീ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. നിന്റെ ചെറിയ തുടക്കങ്ങൾ കണ്ണുനീരിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ പ്രാർത്ഥന പായൽ നീ പറഞ്ഞത് എഴുതിയിട്ടതും ഞാൻ ഗ്രാൻഡ് ചെയ്തത് ഓർക്കാൻ കർത്താവിനോട് പറയും. God is saying to Sister Nora, you had a small beginning and you are gone through very tough time, but I want to remind you, all the prayers which you prayed from your knee, everything is one after another. God is answering to you and it's already answered. എന്ന് വെച്ചാൽ നിന്റെ പ്രാർത്ഥനയിൽ നീ ചോദിച്ചത് പലതും കർത്താവ് തന്നതാണ് കേട്ടോ. ഞാൻ കാണുന്നു നീ ഒരു വിശുദ്ധ സ്ത്രീയായി നിന്നെ കർത്താവിനെ കാണിക്കുന്നു. നിന്റെ രക്ഷയ്ക്ക് ശേഷം നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത മൂർച്ചയുള്ളവളായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിനെ I could see that even after you are born again, all the things in which you are received, it is all the answer for your personal prayer. It was the answer for your personal prayer, and I declare, I know that after you are born again, you are really a holy woman. എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് നിന്നെ ഇത് കാരണം കർത്താവ് ഭയങ്കരമായ പ്രോസ്പെരിറ്റിയിലോട്ട് അലങ്കരിക്കുന്നത് ഞാൻ കാണുന്നത്. I am seeing that you are honored with the prosperity. എന്ന് വെച്ചാൽ നിന്റെ തുടക്കം ചെറുതായിരുന്നു കേട്ടോ, അത് ഓർത്തോളാൻ പറയുന്നു. God said, remember that കരച്ചിൽ കേട്ടിട്ട് നിന്നെ ഗ്രോത്തിലേക്ക് കൊണ്ടുവന്നതാ. God is reminding you, your beginning was very, very low level, but God is going to honor you with the prosperity. എന്ന് വെച്ചാൽ ഇതേ ദൂത അനിത എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച സഹോദരോട് പറയുക, ഞാൻ കാണുന്ന ഇവർ രണ്ടുപേരും സുവിശേഷീകരണം കൊണ്ട് ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യുന്നതും ഒത്തിരി പേരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത്. I have seen that the sister who has prayed as Anida, she through her gospel and God, through the word of God with which you preached, many people will come to the knowledge of Jesus Christ. ഈ നോറ സിസ്റ്ററിലും അനിതയിലും ഞാൻ കാണുന്നു ഒരു ഇവാഞ്ചലിസം, ഒരു എന്താ പറയുന്നത്, നിങ്ങൾ ഒത്തിരി പേരെ ക്രൗഡ് പുള്ളിങ് പോലെ നിങ്ങൾ ഭയങ്കര ചാർജായി ഒത്തിരി പേരെ യേശുവിലേക്ക് നടത്തുന്നു. നിങ്ങൾ ഡോറായി നിൽക്കുന്നു. അനേകർക്ക് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. You have to pray for many people will come to the salvation or the saving power of God. I have seen that Sister Nora and Sister Anida, through your word, many people will come to the knowledge of Jesus Christ. You start praying and interceding for the people to come to the knowledge of Christ. ദൈവം മനുഷ്യനെ ഭൂമിയെ വാഴുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. God has handed over the earth to the hand of man to rule and dominion. ദൈവം വ്യവസ്ഥകളിൽ ചലിക്കുന്നവനാ. താൻ ഒരു വ്യവസ്ഥ വെച്ചിട്ട് വ്യവസ്ഥയെ തെറ്റിക്കുന്നവനല്ല ദൈവം. God never changes the order. എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ ഒരു അത്ഭുതം ചെയ്യാം. God is asking you, if you pray, I'm available to do it. എന്ന് വെച്ചാൽ നാം ദൈവത്തോട് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു ചലനം ഉണ്ടാകുന്നതായി ആത്മമണ്ഡലം മനസ്സിലാക്കുന്നു. What it means when we pray, when we speak to the Lord in the spiritual realm, something is happening. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു പ്രോഫറ്റിക്കൽ മാൻഡലിനെയാണ് തൊടുന്നത്. Amen. With the person who is a prayer warrior, he is touching the mantle of the prophetical realm. എന്ന് വെച്ചാൽ അടുത്ത ദിവസം നടക്കേണ്ടതിന് സ്വപ്നത്തിലോ ദർശനത്തിലോ സ്വർഗത്തിലെ ദൂതന്മാർ ലാൻഡ് ചെയ്തിരിക്കും. Amen. That means even the things which is going to happen on next day, either in the dream or a vision, God will visit you. ശ്രദ്ധിച്ചോണം, ഈ അന്ത്യകാലത്ത് പ്രാർത്ഥനയുടെ മാൻഡിൽ വർദ്ധിക്കാൻ പോകുന്ന ഇത്തരം മെസ്സേജുകൾ ദൈവസന്നിധിയിൽ നിന്നും പ്രാപിക്കുന്ന അപ്പോസ്തലന്മാരും പ്രോഫറ്റ്സും ഇത് റിലീസ് ചെയ്യുന്നത് കാണാം. Amen. Here is the end time. God is raising the people, the apostolic ministry, and the people receive from God, and they are charging the people with the same ministry. The end time, many will arise with the prayer warriors. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചില ആളുകൾ പറയുന്നത്, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയതുകൊണ്ട് ഞങ്ങളെ ആർക്കും അറിയില്ലെന്നാണ്. Some of the people have a little bit complained about it. Pastor, we are a praying people, but no one knows us. അത് പിശാചിന്റെ നുണയാണ്.
അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അറിയാതെ പോകേണ്ട ഒരാളായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന മനുഷ്യനായ യേശുവിനെ. Amen. Oh, it is a lie, brother. It is a lie of the demon. Oh, the God, Jesus was the great man who was, he was a great prayer warrior. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനാവീരനായ മുള്ളറിനെ അറിഞ്ഞത്? പ്രാർത്ഥനാവീരനായ മുള്ളറിനെ അറിഞ്ഞത് പ്രാർത്ഥനയിൽ ദൈവം ഇരുത്തിയത് കൊണ്ടാണ്. How we know about the Muller, the great minister of God? Because he was a prayer warrior. പ്രയർ ഹൈഡ് എന്ന് പറഞ്ഞ ആളെ എങ്ങനെയാണ് നാം അറിഞ്ഞത്? കാരണം അതേ ഒരു പ്രാർത്ഥന വീരനായിരുന്നു. He was a prayer warrior. So because of him, because he was a prayer warrior, we came to know about him. എപ്പഫ്രാസിനെ എങ്ങനെയാണ് നാം അറിയുന്നത്? പ്രാർത്ഥനാവീരനായ പോരാടുന്ന എപ്പഫ്രാസ്. How we know that Epaphras, he was a mighty warrior. He's wrestled in the prayer. That's how we know about him. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ലോകം നിന്നെ ദൈവം അറിയിച്ചിരിക്കും. Amen. If you are a prayer man, if you're a praying man, God will reveal everything to you. റിലീജിയസ് സിസ്റ്റത്തില് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരുടെ പ്രീസ്റ്റ് ഹൈഡായിട്ടിരിക്കും. അവരുടെ പ്രേയിങ് മാൻ, അവരുടെ ഡൂയിങ് മാൻ ഹൈഡാണ്. റിലീജിയസ് സിസ്റ്റത്തിലാണത്. In the religious system, the prayer warrior is hidden. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആഭിചാരം ചെയ്യുന്ന ആള്, മന്ത്രവാദം ചെയ്യുന്ന ആൾ, അവരെല്ലാം ഹൈഡഡ് പ്ലേസിലാണ്. അവരുടെ ഇഫക്റ്റുകൾ മാത്രമേ അവർ കാണിക്കാൻ അറിയത്തുള്ളൂ. On the evil realm, the person who is a praying man is a hiding man. That means the person who do the witchcraft or the black magic or such mantra, puja, everything, he is in a hiding place. എന്നാൽ യേശു ബൈബിൾ പറയുന്നു, യേശു പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യകോലമാക്കി. Amen. But the word of God says Jesus defeated all the weapons or the armor of the demon one under the feet of Jesus Christ and have the victory over there. എന്ന് വെച്ചാൽ പിശാച് പരാജയത്തിന്റെ പരസ്യവും പ്രാർത്ഥിക്കുന്നവൻ ജയത്തിന്റെ പരസ്യവുമായി കാണിക്കും. Oh, because the Jesus is the declares advertisement for the declaring the failure, but the demon is the declaring, and he's an advertising person for the failure, but Jesus is declaring about giving the advertisement or a public or the sign of victory. കൈയുയർത്തി പറ, ഞാൻ ജയത്തിന്റെ പരസ്യമായി സ്വർഗ്ഗം എന്നെ വെച്ചിരിക്കുക. Everybody lift up your hands and say, God has placed me as the sign or an advertising material for the victory. സക്സസിന്റെ ഗ്ലോറിന്ന് മൂവ് ആവുന്ന ഫാമിലിയായി, സൈനായി, മുദ്രാമോതിരമായി, അടയാളമായി, പരസ്യമായി, സ്വർഗത്തിന്റെ പരസ്യമായി ഞാൻ. I am an advertising material for the victory, a signet and a success in every aspect. God has placed me as an advertising material for the victory of the Almighty God. കോൾഗേറ്റ് കമ്പനിക്കാരൻ ഒരാളെ തെരഞ്ഞെടുക്കുക പരസ്യത്തിന് വേണ്ടി. അവന്റെ പല്ല് വൃത്തിയാണെങ്കിൽ അവന് സെലക്ടഡ് ആകത്തുള്ളൂ. പ്രാർത്ഥനയിൽ നീ ബെസ്റ്റ് ആണെങ്കിൽ നിന്നെ പരസ്യമായി കർത്താവ് വെക്കാൻ പോകും. Amen. An advertising company, how he select an advertising man, he will show he is perfectly in appearance, he is good. The same way our God is selecting the person who is a prayer warrior. ശ്രദ്ധിച്ചോണം, അന്ത്യകാലത്തെ പറ്റി പല ഡൈമെൻഷനിൽ പ്രവാചകർ പലത് പറഞ്ഞിട്ടുണ്ട്. The prophets are saying about the end time in a different dimension, in different angle. എന്ന് വെച്ചാൽ യേശു കർത്താവ് ക്രൂശീകരണത്തെ പറ്റി പറയുന്നു, ശിഷ്യന്മാരോട് വ്യക്തിപരമായി പറയുന്നുണ്ട്, അവർ എന്നെ അടിക്കും, തുപ്പും, എന്നെ കൊല്ലും. Amen. Even Jesus says about his crucifixion, disciple, they will beat me, they will spit on me, they will kill me. യേശു പ്രാർത്ഥനയിൽ പറയുന്നു, പിതാവേ പുത്രനെ മഹത്വപ്പെടുത്തണം, പുത്രന്റെ സമയമായി, ടൈമായി, സീസണായി എന്നാ പറഞ്ഞത്. Amen. But in the personal prayer to his father, he said, the time has come, oh glorify me. എന്നാൽ താൻ അന്ത്യകാലത്ത് അത്താഴം എടുക്കാൻ ഒരുങ്ങുമ്പോൾ താൻ വേറെ ഒരു ഡേഞ്ചറസ് ഡൈമെൻഷനാണ് പിശാചിനെതിരെ വെച്ചത്. പിശാച് ഈ ലോകത്തിന്റെ പ്രഭു, ലോകത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നു, അവൻ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നു. മൂന്നും ക്രൂശീകരണമായി പറയുന്നത്. Oh, the three crucifixion. Jesus said, the prince of this earth, the prince of this world is cancelled. His power is cancelled. അവൻ പുറത്താക്കപ്പെടാൻ പോവാ, അവൻ ന്യായം വിധിക്കപ്പെടാൻ പോവാന്ന് പറഞ്ഞു. He is going to be justified judged by God, the prince of this earth. എന്ന് വെച്ചാൽ ഇത് മൂന്നും ക്രൂസിഫിക്കേഷൻ ആണ്, 3 ഡൈമെൻഷൻസ് ആണ് ഇതെല്ലാം. It's all says about the death of Jesus from the different dimension. അതുപോലെ തന്നെ അന്ത്യകാലത്തെ പറ്റി പ്രവാചകന്മാർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. It's like that. About the end time, the prophets are says about a different way, in different dimension. സക്രിയ പ്രവാചകൻ 12-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുകയാണ്,
Book of Zechariah chapter 10 verse 10. 10:12 Chapter 10 verse 12 says, വചനം പറയുന്നു 12:10 പറയാണ്, സോറി 12 verses 10 says, വചനം പറയാണ്, ഞാൻ അന്ത്യകാലത്തിൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ പകരും. in the end time I'll give the grace and the power, the grace for the prayer, and I declare and release the grace upon the people. എന്ന് വെച്ചാൽ രണ്ട് കാര്യമാ എൻഡ് ടൈം മൂവിൽ നടക്കാൻ പോകുന്നു. ഒന്ന്, മെസ്സേജ് ഓഫ് ഗ്രേസ് റിലീസ് ആവുമെന്ന് സക്കറിയ പറയും. And the book of Zechariah says, in the end time there will be a message of grace. നിങ്ങളെ പല പ്രവാചക പുസ്തകത്തിൽ നിന്ന് എടുക്കുമ്പോൾ കാണാം കൃപ എന്നവർ ആർക്കും, എന്ന് വെച്ചാൽ കൃപയുടെ മെസ്സേജിന്റെ ഭയങ്കര ആർപ്പ്, ഫിനിഷ്ഡ് വർക്കിന്റെ ആർപ്പ് കേൾക്കാൻ കഴിയും ലോകമെമ്പാടും. One of the end time sign is the book of Zechariah. Zechariah is writing to the church. In the end time, there will be all the messages will be a message of grace. അടുത്തതിൽ പറയുകയാണ്, ഞാൻ അതിനോട് ചേർന്ന് തന്നെ പറയാണ്, ഞാൻ സപ്ലിക്കേഷൻ സ്പിരിറ്റിനെ, പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരുമെന്നോ. I will release the spirit of supplication, means the spirit of prayer into the end time. അത് യഹൂദ ഗോത്രത്തോടാ പറയുന്നത്. It says to the tribe of Judah. 12:10 ഇത് പറഞ്ഞത് 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാം, വിഗ്രഹങ്ങളെ ഞാൻ നീക്കിക്കളയുമെന്ന്. Oh, the word 13 says, I will remove all the idols. ഈ 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം, ഈ പ്രാർത്ഥനയുടെ ഇഫക്റ്റ് ആണ് പറയുന്നത്. ആ ദേശത്തിൽ നിന്നും ഞാൻ വിഗ്രഹങ്ങളെ മാറ്റിക്കളയും. Oh, when the chapter 12 says about I will implement the grace and the spirit of prayer. When we go to the book of chapter 13, it says after the effect of the prayer, I will remove all the idols from the earth. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദേശത്തിൽ നിന്നും, നിങ്ങളുടെ വീട്ടിനകത്തുനിന്നും, നിങ്ങളുടെ അകത്തുനിന്നും ഗ്രീഡിനെസിന്റെ വിഗ്രഹങ്ങളെ ഉടയാൻ സാധ്യതയുണ്ട്. Amen. In the name of Jesus. If you are a praying man, all the idols from in your home, in your life, from the nation, it will be, God will remove and will break. It will be destroyed from our life. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം കൈവിട്ട് കളയത്തില്ല. Oh, remember that, my brothers. The person who is the praying man, God will not leave him. The person who is praying. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൽ സഖറിയാവ് ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഭാഗം അറിയാം. We know that in the New Testament, the priest Zechariah went to the house of God for prayer. ചുമ്മാ പോവല്ല, 400 വർഷക്കാലത്തെ ഇരുണ്ട കാലഘട്ടം, പ്രത്യേകിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ഇല്ല, ദൈവവുമായിട്ട് ബന്ധമില്ല, പ്രവചനമില്ല, ദൈവവചനത്തിന്റെ ക്ഷാമം, ഒന്നുമില്ലാത്തൊരു സമയം. Remember that it is not a free time. After 400 years in the dark ages, he is going to meet the God in the house of the Lord after 400 years. ബൈബിൾ പറയുന്നു, രണ്ടുപേരും ദൈവസന്നിധിയിൽ വിശുദ്ധരായിരുന്നു, ദൈവവചനം അനുസരിക്കുന്നവരായിരുന്നു, പ്രായം ചെന്നെന്ന്. രണ്ടിനും പ്രത്യാശയില്ലാത്തൊരു സീസണിലേക്ക് എത്തിയെന്ന് അതിനർത്ഥം. Bible says even prophet Zechariah and his wife, both of them righteous before the Lord, they went to the house of the Lord for prayer. അവർ രണ്ടുപേരും വിശുദ്ധരായിരുന്നു, ദൈവവചനം അനുസരിക്കുന്നവരായിരുന്നു, പക്ഷെ കുഞ്ഞുങ്ങളില്ല, വന്ധ്യത പിടിച്ചവരായിരുന്നു, പ്രായവും ചെന്നു, ഇനിയിപ്പോ പ്രത്യാശയില്ല. They are a righteous people before the Lord. They were all in age. The problem there was in their life was they were barren. She was barren. There was no child. എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള പ്രത്യാശ പോലും വെക്കാനുള്ള ശേഷി ശരീരത്തിനില്ല, പ്രായം കഴിഞ്ഞു, age was over. The aged people, even they cannot put any hope in God. Such a season they are ended. ആ സമയത്തൊരു കുറി വീഴുകയാണ് ആർക്ക്? സഖറിയാവിന്. ഒരു പിറുപിറുപ്പിൽ 2 പേർക്കും ആലയത്തിലേക്ക് പോകാൻ തയ്യാറാണ്. റെഡിയാണ് കർത്താവേ. In that time, the Lotus came to Zechariah. Even in the season, after long 400 years of time, there was no voice of the Lord. The people are dwelling in the darkness. They were old age. They don't have any hope. Even they cannot believe in God for any of the answer for the prayer. Such a time, in that time, they got a lot from God to go and preach, to go and fulfill the priestly ministry in the house of the Lord. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ പോകുന്ന സഖറിയാവിനെയും അയക്കുന്ന എലിസബത്തിനെ നമുക്കിവിടെ കാണാം.
we can see, oh, the person without any murmur, without any doubt, without any confusion, we can see he goes to the house of the Lord and his wife is sending him to the house of the Lord too. ഒരു ഇരുണ്ട കാലഘട്ടത്തോടെ നമ്മൾ പോവുകയായിരിക്കാം. ഒരുപക്ഷെ പ്രാർത്ഥിച്ചതിന് പലതിനും മറുപടിയില്ല. ജോലി പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവിടുന്ന് തന്നെ പുറപ്പെട്ടേക്കാം. ഒരു പ്രത്യാശയുമില്ല. പക്ഷേ ഈ പ്രാർത്ഥന മീറ്റിംഗിൽ വന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Amen. I want to remind you, my brothers and sisters, oh, even you may be walking through that darkness. You may lost your job. You may have the many failures has happened on last days. You may be the person who left from abroad. But I tell you, remember that good news. Even in the hopeless situation, you are the part of this prayer. You are the part of the fasting and prayer. This is the good news for you. എന്ന് വെച്ചാല് എബ്രായലേഖനകർത്താവ് പറയാ 11 ദൈവത്തിന്റെ അടുക്ക വരുന്നു, ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കണം. Oh, the book of Hebrew reminding us, the Hebrew writer reminding us that the one who comes to the Lord believe that there is God and he is the rewarder of the person who comes to him. എന്ന് വെച്ച ദൈവമുണ്ടോ എങ്കിൽ നിനക്ക് പ്രതിഫലം ഉണ്ടെന്ന് അതിനർത്ഥം. Means if there is God, your reward will be there. Amen. Blessed be the name of the Lord. എന്ന് വെച്ചാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ഈ രാത്രിയില് സമയം ചെലവഴിച്ച് നെറ്റ് ചെലവഴിച്ചിട്ട് ജോലി കിട്ടാഞ്ഞിട്ടും ഒരു ജനനം കാണാഞ്ഞിട്ടും പ്രാർത്ഥിക്കാനിരിക്കുന്നവരുടെ ആത്മാവ് വ്യക്തമായി പ്രവചിക്കുകയാണ്, പ്രതിഫലമുണ്ട് കുഞ്ഞേ, നിനക്ക് പ്രതിഫലമുണ്ട്. ദൈവമുണ്ടോ? പ്രതിഫലമുണ്ട്. ഉടമ്പടിയുടെ ദൈവം പിന്മാറ്റക്കാരോട് എബ്രായ ലേഖനം പറയുക, ഉണ്ട് ഉടമ്പടിയായി ദൈവം മറുപടി തരാൻ പോകുന്നു ചിലര്. Oh, my precious children of God, those who are in the sanctuary, those who are in the house of the Lord, those who are in the far or through the any media, you are the one is watching. Oh, my brothers and sisters, oh, there will be an answer for your prayer. Oh, do not worry about what was happened in last days, but there will be an answer for your prayer. Do not be discouraged. Do not be dismayed. There will be an answer for your prayer. സജി വർഗീസിനോട് കർത്താവിനോട് പറയുന്നു, പ്രതിഫലം നിശ്ചയമായുണ്ട്. നീ കൊടുത്ത സ്തോത്ര കാഴ്ച, നിന്റെ പ്രാർത്ഥന, നിന്റെ ഹൃദയം മുറിവേൽക്കരുത്, നീ ചോർന്നു പോകരുത്, നീ ധൈര്യപ്പെട്ടിരിക്കുക, മുൻപോട്ട് തന്നെ ഓടുവാൻ കർത്താവിനോട് പറയുന്നു. സജി വർഗീസ്. Oh, God is reminding you, just you march forward. God remembered your offerings. God remembered the way you serve the Lord. God says, go further, march forward. The rewarder is there. ഈ അന്നദാ ജോൺ എന്ന് പറഞ്ഞ ആളോട് കർത്താവിനോട് പറയുന്നു, നിന്റെ വീടുമായി ബന്ധപ്പെട്ട് അസ്ഥികളെ ഒടിച്ചു കളയുന്ന പ്രത്യേകിച്ച് കാലുമായി ബന്ധപ്പെട്ട് സൗഖ്യം നടക്കുന്നത് പറയുന്നു. The God is reminding to Sister Anida for your family, God is healing the broken bones in your family. Oh, broken bones, the feet, the broken bones of the head, the feet, the legs, the broken bone. God is healing that. എന്ന് വെച്ചാൽ വെരിക്കോസ് വെയിൻ പോലോ കാലുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് സൗഖ്യമാകുന്ന വ്യക്തമായി കർത്താവിനെ കാണിക്കുന്നു. God is showing something sickness related to the leg. God is healing like a varicose vein or a broken bone or anything, something related to the legs. God is healing. ബന്ധങ്ങളെ ചിതറിക്കുന്നതിനെ, ആ ശാപത്തെ നീ വായും കൊണ്ട് ഏറ്റു പറ, വിട്ടു പോകാൻ പറ. ഇന്ന് ഈ പകൽക്കാലത്ത് ആ പ്രാർത്ഥനയിൽ യേശുവിനെ അനുവദിക്കുക ബന്ധങ്ങളെ ചേർക്കുന്നു. You just pray all the splitting or the division come in the relations, the family relations. Let the spirit go from your life. ശുശ്രൂഷയിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത എലിസബത്ത്, നിന്ന ചുമക്കുന്ന എലിസബത്ത് തന്റെ ഭർത്താവിനെ എന്നിട്ടും ശുശ്രൂഷ തടയാതെ പോയി വരിക എന്ന് പറഞ്ഞ എലിസബത്ത്. Oh, the Elizabeth, there was no young man, a son in their life to hand over the priestly ministry, and without any discourage, sending her husband, oh, go and do the ministry. He is sending him peacefully. The Elizabeth. എന്ന് പറഞ്ഞാല് അവൾക്ക് പറയാനുള്ളത്, നീതിമാനെന്ന തിരുവചനം ഞങ്ങൾക്ക് സാക്ഷ്യം പറയുന്നു, തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സമൂഹം ചോദിക്കും, നിന്റെ ശുശ്രൂഷയിൽ കാണിക്കാൻ നിനക്ക് ഒന്നുമില്ലല്ലോ എലിസബത്തെ, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ മാത്രം അറിയാം. Oh, the Elizabeth, the people started teasing.
And people started putting a shame on her. You are the one is righteous people before the Lord and serving the Lord. Where is the sign in your life? കർത്താവിന്റെ ദാസന്റെ വൈഫിനോട് കർത്താവിനോട് പറയാൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയാൻ പറയുന്നു. Oh, the God is reminding the man of God. Your ദാസന്റെ answer. വൈഫിനോട് ശാന്ത സിസ്റ്ററോട് പറയാനായിട്ട് കർത്താവ് പറയുന്നു. God is telling to the pastor's wife, Pastor Sister Shanda, God is answered your prayer. God is telling to Sister Shanda, God answered your prayer. 2021 എലിസബത്ത് പറഞ്ഞൊരു സാക്ഷ്യം, എന്റെ നിന്ന മാറ്റുവാൻ ദൈവം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ 5 മാസം ഒളിച്ചു പാർത്തു. Amen. Even 2021 you will say what the statement which Elizabeth said, my God has removed my shame. അടുത്ത 5 മാസം നീ പ്രാർത്ഥനയിരുന്നോ, നിന്റെ മുന്നിൽ ഭയങ്കര ഒരു ഹോണറിങ് വരാൻ പോവാ. Amen. Coming 5 months, you be in prayer. The great honor is going to come. നിന്റെ വീട്ടിലെ നിന്റെ കുടുംബത്തിന്റെ രാജാവും പ്രോഫറ്റസും നിങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് ചില ഡോറുകൾ തുറക്കാൻ എന്നോട് പറയുന്നു. You in your home, you are the king and your prophet, and you are the all in your home. You just with your prayer, all the men of God, or with your prayer, open the door for Jesus. ഞാൻ കാണുന്നു അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറയാൻ പറയുന്നു, നീ ചില ജോഷുവമാരെ എഴുന്നേൽപ്പിച്ച് ലാൻഡുകൾ പൊസസ് ചെയ്യും. ആരാധിക്കുന്ന ജോഷുവമാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് പറയാൻ പറയുന്നു. Then God is reminding me, then you will arise a people, all the person like a Joshua, you will arise and possess the land. ഞാൻ കാണുന്നു ആരാധിക്കുന്ന ജോഷുവമാർ, അവർ പൊസസ് ചെയ്യും. കുഞ്ഞെ, നിന്റെ കണ്ണുനീർ ചിരിയാകും. അത്ഭുതത്തോടെ അടയാളത്തോടെ ഈ വർഷം അത് നടക്കാൻ പോകുന്നു. Then I want to tell you, my brothers and sisters, that God, the Joshua, the people like a person like a Joshua is a praying man. He is possessing the land. So you need to pray. You need to pray very earnestly. Coming 5 months with your tears. എന്ന് വെച്ചാൽ യോശുവ ഉണ്ടല്ലോ, യോശുവമാരെ പുറത്തിറക്കുന്നത് പോലെ സക്കറിയാവിന്റെ വായൊന്ന് അടഞ്ഞുപോയി. പക്ഷെ തുറന്നപ്പോ ആദ്യം പറഞ്ഞ വാക്കിലൊന്ന്, പ്രിയ പൈതലേ, നീ ദൈവത്തിന്റെ അത്യുന്നതന്റെ പ്രവാചകനാകും. Amen. When God opened the mouth of Zechariah, the first verse said, my beloved son, you will be a prophet for the Almighty God. എന്ന് വെച്ചാൽ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ വേണ്ട ഒരാളെ ദൈവത്തിന് ഗിഫ്റ്റായി വേണ്ടത് അപ്പോസ്തോലനെ അല്ല, ഒരു പ്രോഫറ്റിനെയാണ്. അപ്പോസ്തോല് ചെറുതാണെന്നല്ല, ഒരു പ്രോഫറ്റിക്കൽ റെലം വലിച്ചു കയറുകയായിരുന്നു. Amen. God is revealing a prophetic realm. The prophet is required on this earth. God is releasing a prophet to the earth. ശാന്തോട് എന്റെ കർത്താവ് പറയാൻ പറഞ്ഞതിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതിന്റെ അടയാളം ചില പ്രവാചകന്മാർ നിന്റെ വീട്ടിൽ നിന്ന് എഴുതാക്കാൻ പോവാ. Amen. The sign I'm going to tell you, Sister Shanda, some prophets will arise in your family. ഞാൻ ഈ മുമ്പേ പറഞ്ഞ അനിത എന്ന് പറഞ്ഞ ആളും സിസ്റ്ററും ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, അങ്ങനത്തെ ഒരു സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ആ സഹോദരിക്ക് ഒരു ബലം ഉണ്ടാകുന്ന ഞാൻ കാണുന്നു, അനിത സിസ്റ്റർ. Amen. If you get an opportunity, you and Sister Anita pray together. Then through the prayer, the God will strengthen Sister Anita. പൗലോസ് പറയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. Paul is reminding the important things is prayer. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ ഏക നാമം പ്രാർത്ഥനയുള്ളത് യേശു എന്ന നാമമാണ്. Amen. That means if you want to go to the presence of God, pray to him in the name of Jesus. There is no other name. നമ്മുടെ ജഡത്തിന്റെ പ്രാർത്ഥനയല്ല, നമ്മുടെ പ്രാർത്ഥനയിൽ ബലഹീനതയിൽ തുറന്നു ആത്മശക്തിയുടെ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. Amen. I'm not talking about the prayer of your flesh, but I'm talking about the person who is strengthening in the prayer, in our weakness, in our prayer, Holy Spirit. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അത്ഭുതകരമായി കണ്ടെത്തും. Oh, if you are the person who is starting with the prayer, you will see the miracles after miracles in your life. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അത്ഭുതം എന്നാന്നറിയാം, ആദ്യത്തെ ശത്രു പിശാചല്ല, നിങ്ങളുടെ ജഡം തന്നെയാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ ശത്രു. You should realize that the first enemy in your life not a demon, but it is your flesh. എന്ന് വെച്ചാൽ ദാവീദ് പറയാണ്, ഞാൻ മുലകടി മാറിയ കുഞ്ഞിനെ പോലെ എന്റെ ദേഹിയെ എന്റെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. I'm like a little child. And in my soul, I kept my soul in my hand.
എന്ന് വെച്ചാൽ ഇവന് ഈ ദേഹി ഉണ്ടല്ലോ, പ്രാർത്ഥന ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ലോകത്തിന്റെ പാല് കുടിക്കാൻ, ലോകത്തിന്റെ ഇടപാടുകളിൽ ചാടും. എന്നാൽ ദാവീദ് പറയാ, ഞാൻ അവനെ മുലകുടി മാറിയ ഒരു കുഞ്ഞിനെ പോലെ. അത് ഭയങ്കര പ്രയാസമാണ്. നിങ്ങളുടെ സോളിനെ സ്റ്റില്ലാക്കാൻ യു നീഡ് എ ട്രെയിനിങ്. അതിന് അഭ്യസനം ആവശ്യമാണ്. You should have the proper training in order to, your soul need to be controlled by the Holy Spirit in order to have a prosper, in order to have the right prayer to God. ഞാൻ പറയുന്നത് ദാവീദ് പറഞ്ഞ നിങ്ങളുടെ സോളിനെ സ്റ്റില്ലാക്കാൻ നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. Get a proper training to control your soul. എന്ന് വെച്ചാല് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇത് കേട്ടിട്ട് ഇത് കഴിഞ്ഞ് 5 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിക്കരുത്. പ്ലീസ്, തോറ്റു തുന്നം പാടും. Amen. After hearing this message, okay, take a decision. You're going to take a decision. Okay, today onwards I'm going to pray 5 hours. Don't take such prayer decisions. നിങ്ങൾ തോക്കും നിശ്ചയം. You will fail. Surely you will fail. നിങ്ങൾക്ക് അഭ്യസനം ആവശ്യമാണ്. You need to have the training. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ വ്യക്തിപരമായ ഉപദേശമാണ്, ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരിക്കാമോ നിങ്ങൾക്ക് ഒരാഴ്ച? ട്രെയിൻ യുവർ സെൽഫ്. Amen. You just train yourself. Start practicing 5 minutes in a day with the to train your soul. ആ ദിവസം നിങ്ങളുടെ സോളിനെ സ്റ്റില്ലാക്കാൻ ഒരാഴ്ച പഠിപ്പിക്കൂ. നിങ്ങളുടെ സോള് ശാന്തമാകുന്നത് കാണാം. ശാന്തമായിടത്തെ ആ വാഗ്ദത്തം ഇറങ്ങി വരികയുള്ളൂ. Amen. If your soul is silent, if your soul is in peace, the promises of God will come upon you. ഗലീല പുരുഷന്മാർ, റോളിംഗ് പ്ലേസിലുള്ള ആളുകൾ, മനസ്സിൽ ടെൻഷനുള്ള ആളുകൾ, നാഥൻ വിട്ടുപോയവർ പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ, ജെറുസലേമിൽ ഇരിക്കണമെന്ന് വാഗ്ദത്തം പ്രാപിക്കാൻ. Oh, the people, they lost their shepherd, they lost their master. Oh, the God's word came to them, stay in Jerusalem. നിങ്ങൾ ഗലീലയിലേക്ക് പോകരുത്. റോളിംഗ് പ്ലേസ് ആ ഗലീല, അവിടെ പോകരുതെന്ന്. Oh, he said, do not go to Galilee. It is a rolling place, but stay in Jerusalem. ജെറുസലേം, സിറ്റി ഓഫ് പീസ്, സമാധാനത്തിന്റെ സ്ഥലത്തിരുന്നാലേ വാഗ്ദത്തം പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. Oh, if you are staying in the place of peace, Jerusalem, the place of peace, you stay there, then only you can receive the promises of God. സ്വർഗം നിങ്ങളുടെ മീതെ തുറക്കണമോ? സമാധാനത്തിലാക്കുക നിങ്ങളുടെ സോളിനെ. ജെറുസലേമിൽ ഇരിക്കുക. If you want the heaven to open over you, if you want the door of heaven to open over you, you need to pray in peace. Stay in Jerusalem. Pray in Jerusalem. Pray in peace. 1-2 ആഴ്ച 5 മിനിറ്റ് സ്ഥിരമായി ഒരു സ്ഥലത്തിരുന്ന്, സ്ഥിരമായി ഒരു പ്രാക്ടീസിൽ ശ്രദ്ധാപൂർവം, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സോള് ശാന്തമാകുന്നതാണ്. പരിശുദ്ധാത്മ സഹായത്തിന് ഇറങ്ങി വരും. Even I want to remind you, 1 or 2 weeks, start praying 5 minutes in the peace to train your soul and pray. You will see the peace of God comes upon you and the promises of God comes upon you. ശ്രദ്ധിക്കണേ, എന്റെ ട്രെയിനിങ് അല്ല നിങ്ങളുടെ ട്രെയിനിങ്. നിങ്ങൾക്ക് ഞാൻ രാവിലെ എഴുന്നേക്കും, ബൈബിളുമായിരിക്കും, എന്റെ വൈഫ് ചായയായിട്ട് വരും, എന്റെ അമ്മ ഫുഡുമായിട്ട് വരും, ഞാൻ മിക്കവാറും ഫാസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പുസ്തകങ്ങൾ വായന, പ്രാർത്ഥന. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പുറത്ത് പോയിരുന്ന മുറ്റത്തൊരു മാവുണ്ട്, ഇവരെല്ലാം ഉറങ്ങുമ്പോൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും, വചനം വായിക്കും. എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ കാത്തിരിക്കും. Amen. I don't have anybody to give the counsel or advice. The morning to the evening, I'll be busy with meditating the word of God. I'll go out. I will not disturb anybody. There was no one to guide us and teach us, but I prepared a program for my prayer life. എന്റെ വീട് നിറച്ചും ഞാൻ എഴുതിയ ബുക്കുകളാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല ഈ ട്രെയിനിങ്. Amen. All my house is full of the books in which I wrote it. It is not one day, it is God has received. All these years, what God has spoken to me, I wrote it in the books and kept it in my house. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ മനസ്സിലായി, സീക്രട്ട് മനസ്സിലായി, ഭയങ്കര പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പ്രവചിക്കാൻ പറ്റുന്നത്. നോ, തെറ്റാതെ. Amen. Oh, then somebody will say that, oh, he's a long prayer warrior. That's what he's a praying. He's a long prayer warrior. That's what he could a prophet give the utterance to operate the ministry of prophecy. ശ്രദ്ധിക്കുക, കിങ്ഡം സ്റ്റൈൽ അറിയണം. ചില ആൾക്കാർ പറയുന്നത്, ഞാൻ 40 സുബോസിക്കും, ഭയങ്കര പ്രാർത്ഥന ഒരു വലിയ കാര്യം ചെയ്യും. കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പിൾ നേരെ എഗ്നസ്റ്റ്. Amen. So some people used to say, I fasted 40 days and I prayed a long time. But I tell you, but it's a kingdom principle, something different.
എന്ന് വെച്ചാൽ ദൈവരാജ്യത്തെ പറ്റി പറയാം. അത്യല്പത്തിൽ വിശ്വസ്തനെ ഞാൻ നോക്കുകയാണ്, അവനെ സെലക്ട് ചെയ്തിട്ട് അത്യധികത്തിൽ ഞാൻ വിചാരകനാക്കും. Amen. I'll tell you one principle of the kingdom. If the person is faithful in the little things, I will keep him and I hand over him a greater things, the master of the greater things. കയ്യെടുത്ത് പറ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാകാൻ എന്നെ സഹായിക്കണം. Everybody lift up your hands and say, give me the grace to be faithful in the for the little things. ഇതിനകത്തൊരു അത്ഭുതം കാണാം. നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ 24 മണിക്കൂറിൽ 48 തവണയെങ്കിലും മിനിമം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. Amen. If you started doing the faithful in the little things, within 24 hours, you are able to do 48 things in your day, in your life. നിങ്ങൾക്ക് അതിനുള്ള ചാൻസുകൾ ലഭിക്കും. You will get a chances for that. അതല്ല, നിങ്ങൾ ഭയങ്കര മെഗാ പ്ലാൻ ആ ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ 1-2 ചാൻസ് ആ വരുന്നത്. Amen. But if you are able to do a small things in your life, you can do 48 things in a day. But if you have the big project, big plan, if you are having, you can do it 1 or 2 things a day. No, it's not a full day. Whole life il ninge 1-2 mega chances ave. Only you can do 1 or 2 mega chances in your life. All your life. അത് മിസ് ആയ നിന്റെ ലൈഫ് തന്നെ ഒഴുകി പോകും. Oh, then your life will be, it is going to be lost. Your life will be a loss. ചില നിങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ചെറിയ ചെറിയ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ വലിയ ചാൻസുകൾ താനേ തുറന്നു വരും. I mean, if you are willing to take small chances, if you are willing to take small opportunities, then automatically the greater opportunities will come to you. പാത്രം കഴുകാനും ചോറ് വിളമ്പാനും നിന്ന ഫിലിപ്പോസും സ്തേഫാനോസും അസാധാരണ വീര്യപ്രവൃത്തിയും റിവൈവലും ചെയ്തെന്ന് വചനം പറയുന്നു. I mean, the person of Stephen and the Philip, they started doing their ministry with washing the vessels and the cleaning the tables. The God used him to do the greater miracles in their ministry. നിങ്ങൾ ശ്രദ്ധിച്ചോ, ദാവീദ് കാട്ടിൽ താൻ വിശ്വസ്തനായിരുന്നു. കരടിയെ നേരിട്ടു, സിംഹത്തെ നേരിട്ടു, താൻ പമ്പ് പറയാൻ പോയില്ല. പക്ഷേ ദൈവം പബ്ലിക്കായി ഗോലിയാത്തിനെ നിർത്തി കൊടുത്തു തോൽപ്പിക്കാൻ. Amen. In secret ministry, David destroyed the bear and the lion, but in a publicly, God given him an opportunity to destroy Goliath. പ്രാർത്ഥിക്കരുത്, നീണ്ട പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. I'm not saying that not to pray how you used to practice it, but you need to have a training to make your soul to be in peace. സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, അവിടെ ഒരു സ്പിരിച്വൽ മാൻഡിൽ ഓപ്പൺ ആകും, ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നത് കാണാം. You can, if you have the particular place for daily when you are praying, that place will be, you can see a mantle and you can see a portal is operating on that particular place. നിങ്ങൾ ആ പോർട്ടലിൽ ഇരുന്നാൽ നിങ്ങളുടെ ദുഃഖ സമയത്ത് പ്രാർത്ഥിക്കുക പോലും വേണ്ട, നിങ്ങളുടെ ആശ്വാസപ്രദൻ ഓടി വന്ന് ആശ്വസിപ്പിക്കുന്നതാണ്. കാരണം നിന്റെ ഹൈഡിങ് പ്ലേസ് അത്. If you are remaining in the same place, in your grieved time, in your lamentation, no need to pray, no need to cry, go and sit there. You can see, oh, the comforter is coming upon you and comforting you in your all sad situation. ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. I'm going to pray and to read a word and praying for you. തിമോത്തിയുടെ പുസ്തകത്തിന് 2:8 പറയാണ്, വിത്തൗട്ട് റാത്ത്, ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രയർ, കോപമില്ലാതെ പ്രാർത്ഥിക്കുക. And he said, when you pray, pray without any wrath, without any anger. കൈരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയാം. വിശുദ്ധിയെ, പ്രവൃത്തിയുടെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. It says about it's a declaration of the holiness. Lift up your hands and pray. പാപം, കോപം, വാഗ്വാദം, വാശി, മത്സരമുള്ളിടത്ത് ഇഫക്റ്റീവ് പ്രാർത്ഥന ഉണ്ടാകില്ല. There won't be an effective prayer if the person who is having any deeds of like anger, like hatreds, like quarreling, like the division, if such any act of the flesh is upon their life, the prayer will not be effective. നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ഇമോഷനെയും നിങ്ങളുടെ പ്രയറിനെയും നിങ്ങളുടെ പ്രോഗ്രസിനെയും തടഞ്ഞു കളയും. All your negative emotions will block the answer for your prayer. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന ശക്തി ചോർത്തിക്കളയരുത്. Amen. If you are a praying man, through your word, do not lose your prayer, the power of the prayer. പ്രാർത്ഥിച്ച് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന, നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്ന് സോളിലേക്ക് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം വാക്കുകളിലൂടെ മ്ലേച്ഛമായ
തരം താഴ്ന്ന പൊട്ടച്ചലിലെ കളിവാക്കിലൂടെ ഇത് ചോർത്തിക്കളയാൻ ഇടയാകും. Amen. Through your prayer, what this power which you are received through your word, through your പ്രാർത്ഥിക്കുന്ന ആൾ വായെ words, do സൂക്ഷിക്കണം. not lose it from your life. പ്രാർത്ഥിക്കുന്ന ആൾ വായെ സൂക്ഷിക്കണം. Oh, the one who pray, oh, keep guard your tongues, guard your mouth. നിങ്ങളുടെ വഴക്കിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഡിവിഷനുകളിൽ നിന്നും മ്ലേച്ഛമായ തരം താഴ്ന്ന വാക്കുകൾ നിങ്ങളുടെ വായെ സൂക്ഷിക്കാൻ കർത്താവ്. You have to keep your words, keep your mouth from such deceptive things. പൗലോസ് പറഞ്ഞ വാക്യം പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ഇത് പ്ലീസിംഗ് ആണ്, ദൈവത്തിന് ആക്സെപ്റ്റബിൾ ആണ്. I'm quoting the word which Paul says, oh, the prayer is pleasing and very God is pleasing and it is excellent before the Lord. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട് തുറന്നു കൊടുക്കുകയാണ് ദൈവത്തിന് കേറി When വരാൻ. you pray, you're opening the door, the door of your home, you're opening for Jesus. ഞാൻ ഇതിനകത്തൊരു വിൽഫി പി ബി എന്നൊരു പേര് കാണുന്നു. I seen in the picture there's a Will PB. കർത്താദാസനെ ഞാൻ കർത്താവിനോട് പറയുന്നു, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. I'm telling you, you just pray to the Lord, Lord, give me the grace to operate the gift of God. ചില ആൾക്കാർ പറയും പ്രാർത്ഥിക്കേണ്ടെന്ന്, പക്ഷെ കൊരിന്ത്യർ ലേഖനം പറയുന്നു കൃപാവരങ്ങളെ വാഞ്ചിക്കുക, പ്രാർത്ഥിക്കുക. But some people will say, do not pray, no need to pray for it in order to get the gift of God. But the book of Corinthians reminding us, oh, to pray, earnestly pray, get the gift of the Holy Spirit. എന്നോട് കർത്താവിന്റെ ദാസനെ നിങ്ങൾ ശുശ്രൂഷയ്ക്കകത്ത് ഭയങ്കര വിളി കിടക്കുന്നതും ശുശ്രൂഷ കിടക്കുന്നത് ഞാൻ കാണുന്നു. You have a greater calling for in the ministry. നിങ്ങളെ കർത്താവ് ഫൈനാൻഷ്യലി ബ്രേക്ക് ത്രൂയിലേക്ക് നടത്താൻ പോകുന്നത് കാണുന്നു. God is leading you to the financial breakthrough. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ്. You are entered the season to pray very earnestly. ദൈവം നോക്കിക്കാണുകയാണ്, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ ആരുണ്ട്. God is looking into the people who is there to stand for this nation. കർത്താവ് സാക്ഷ്യം ഓർപ്പിക്കുന്നു. God is reminding me the testimony. ഈ നമ്മളെ എനിക്കെല്ലാം അറിയാം, DGS ദിനകരൻ എന്ന അസാധാരണ രാജ്യം മുഴുവൻ അറിഞ്ഞൊരു പ്രോഫറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. And we know that there was a man, very renowned man all around the world, Dr. DGS Dinakaran. ബെനിഹിനെ DGS അങ്കിൾ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. Benihin called him Dinakaran uncle. സോ ഒരിക്കലെ തമിഴ്നാട് ഗ്രാമത്തിൽ ഒരു സാധാരണപ്പെട്ട ദൈവപുരുഷൻ വളരെ നാളുകളായി മരണത്തോട് മല്ലിടിച്ച് 14 ദിവസം കോമയായി ആശുപത്രി കിടക്കുന്ന സമയം. When there was a man was in a village in Tamil Nadu. He was in a coma for 14 days. തന്റെ കൂടെ നിന്ന പാസ്റ്റർമാർ ഞങ്ങൾ തീരുമാനിച്ചു, പ്രാർത്ഥനാവീരനായ പ്രവാചകനായ DGSനെ ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാൻ പോവാണ് ഈ ദൈവദാസന്റെ രക്ഷയ്ക്ക് വേണ്ടി. Amen. To save the life of this pastor. Oh, the people those are decided to go to Pastor Prophet DGS Dinakaran and to bring him to save his life. അന്ന് ചെന്ന് രാവിലെ ചെല്ലുമ്പം DGS ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോടത്തൊന്ന് വന്നതല്ലേ? കർത്താവിനോട് ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ഇന്നടത്ത് പോയി പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങോട്ട് വരികയാണ്. വിത്തൗട്ട് എന്താ പറയുക, ഒരു ക്ഷണം കൂടാതെ ഓടിച്ചെല്ലുക അങ്ങോട്ട്. Amen. When the people approached him, he answered, he spoke to them, you are came for this purpose. While I was praying in the morning prayer, God spoke to me about this reason. അദ്ദേഹം വേഗം അവിടെ ചെന്ന് ഇവരോർത്തു ഇദ്ദേഹം വന്ന് വലിയ പ്രാർത്ഥിക്കുവാന്ന് ഓർത്തത്. അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു, ലോർഡ് ഐ നീഡ് ഹിം, സെൻഡ് ഹിം ബാക്ക്. ഇത്രയും പറഞ്ഞു തിരിച്ചു പോന്നു. ആമേൻ പറഞ്ഞിട്ട്. Amen. They were expectation that, oh, this man of God, they will come and he will have a long prayer. But when he went there, he said, Lord, I need him back to the life. And he came. ഐസിയുവിനെ ഇറങ്ങി പോന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരിക്കാൻ കിടന്ന ആള് ചാടി എഴുന്നേറ്റു. And he left from the ICU, the hospital ICU. And after 10 minutes when he left, oh, immediately the person who was in the ICU, he jumped up and came to the life. അദ്ദേഹം ചോദിച്ചു, എവിടെ DGS വന്നിട്ട് എവിടെ ചോദിക്കുക. And that person who was in the hospital, he said, oh, where the DGS uncle has come, where is he now? അവിടെ നിന്ന് നേഴ്സ് ചോദിച്ചു, കഴിഞ്ഞ 14 ദിനരാത്രങ്ങൾ നീ കോമയിലായിരുന്നല്ലോ, നിനക്കെങ്ങനെ അറിയാം DGS ഇവിടെ വന്നെന്നാ? Amen. That nurse asked him, last 14 days you were in the coma, then how do you know that Pastor Prophet DGS Dinakaran has come? അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടുകൊള്ളണം പ്രാർത്ഥനാ വീരന്മാർ.
All the prayer warriors remember this testimony in which God he spoke. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർഗത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നു, ലോർഡ് ഐ നീഡ് ഹിം, സെൻഡ് ഹിം ബാക്ക്. ആമേൻ. He said, when my spirit was before the Lord, remember that last 14 days he was in a coma. He said the testimony, when I was before the Lord, I heard a shouting sound, Lord send his life back. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം മുറികളിലല്ല, സ്വർഗസ്ഥലങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. I mean, that means I want to remind you, oh, the man who pray or the praying man, his sound is not reflecting or making sound in his place where he is, but the sound is goes to heaven. സിംഹം ഗർജിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും, ആർ പ്രവചിക്കാതിരിക്കും. When the lion roar, oh, who will not fear? Who will not fear? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗർജനത്തിൽ അന്ധകാര ലോകം ഇളകാൻ പോവാ. In your roaring, all that spirit of the darkness will shake. ഒന്നൊരു നിമിഷം തീരുമാനിക്കാമോ, കർത്താവേ ഒരു ഡിസിപ്ലിൻ പീരിയഡിൽ എനിക്ക് ആവശ്യമാണ് 5 മിനിറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ, 2 ആഴ്ചയ്ക്ക് ശേഷം 6 മിനിറ്റ് ഞാൻ വർദ്ധിപ്പിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന ഡിസിപ്ലിൻ ഗ്രോത്ത് എനിക്ക് ആവശ്യമാണ്, എന്നെ അനോയിന്റ് ചെയ്യണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. Let everybody pray, Lord anoint me to start praying, to discipline my prayer life. Lord help me, even I'm starting with a small beginning. I'll start with the 5 minutes praying in the to control my soul and pray. Lord give me the grace, increase the prayer life, my prayer life. ചെറിയ തുടക്കങ്ങളെ അവൻ തുച്ഛീകരിക്കത്തില്ല കേട്ടോ, ചെറിയ മാന്യതകളെ വലുതാക്കി അവൻ മാറ്റും. Amen. God will not dishonor your small beginning. God will honor your small beginning. ജനനങ്ങൾ നടക്കുമെന്ന് കർത്താവിനോട് പറയാൻ വന്നു. ജനനങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജനനങ്ങൾ നടക്കാൻ പോകുന്നു. The God is telling to the pastor, oh, there are many births will happen. The people are waiting for the job. The people are waiting for the children. The people are waiting for the breakthrough. The birth is going to happen. ഈ നിർക്കോൺ ഗ്ലെയിൻ എന്ന് പറഞ്ഞ ഒരാളെ കർത്താവിനകത്ത് തന്നെ കാണിക്കും. God is showing me a Glenn. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യേണ്ട ഒരു മണ്ഡലം, പൂവറ്റിയുടെ മണ്ഡലത്തിൽ ഭയങ്കര അധികാരത്തോടെ ബ്രേക്ക് ചെയ്യണം. അത് ഞാൻ കാണുന്ന നിന്റെ ദേശത്തിൽ നിന്നും നിന്നെ പിന്തുടർന്ന് വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ ആത്മാവുണ്ട്. Amen. I say that in your prayer you break the spirit of poverty from the place where you came. The poverty also followed your life. In your prayer you have to break the spirit of poverty. ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഈ ജോസഫ് എന്ന പേര് കാണിച്ചു. ജോസഫെ, കർത്താവിനോട് പറയുന്നത് നിന്റെ സമയമായി, പുറകിൽ കാരാഗ്രഹവാതിൽ അടയുന്നു, മുന്നിൽ രാജകൊട്ടാരം തുറക്കാൻ പോകും. Amen. I could see a name called Joseph. I want to tell you that I have seen the gate of the prison is closed, and I have seen that before you the gate of the palace is opening. 5-ാം ദിവസം ഈ സഭയുടെ മീതെ ബൈബിൾ പറയുന്നത് പോലെ സ്വർഗം തുറക്കുകയാണ്. പ്രാർത്ഥന വീരന്മാർ മുട്ടുമടക്കാൻ പോവാ. Amen. The 5th day of the fasting, I want to tell the church, over this church the heavens door is opening. Many prayer warriors will arise in the house of the Lord. പ്രാർത്ഥന ഒരു മർമ്മമാണ്. Prayer is a mystery. ഇതൊരു മർമ്മമാണ്. Prayer is a mystery. സ്വർഗത്തിന് താക്കോൽ വെച്ച് വീട് തുറന്നു കൊടുക്കുന്ന, ഭൂമി തുറന്നു കൊടുക്കുന്ന, എൻട്രിയെ കൊടുക്കുന്ന ആ പ്രാർത്ഥനയുടെ റലത്തിലേക്ക് ചില കർത്താവ് എഴുന്നേൽപ്പിക്കുക. God is going to arise the people in the prayer realm. God is handing over the key to open the earth, open the houses, open the villages, on the cities. In your prayer, God is handing over the key of prayer into your life. ജിസാൻ ഒയാസിസ്, നീ ഒരു പ്രാർത്ഥനാ വീരയായി കർത്താവ് കാണുന്നു. ഫാമിലി അങ്ങനെ കാണിക്കുന്നു. The Lord is showing Brother Jason and family, God is going to arise you as a praying man, and you and your family is going to be a prayer warrior. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കർത്താവ് ഭയങ്കര ഒരു സീസണാ തുറക്കും. God will open a season. You will stay in prayer. ഞാൻ സാജി പാസ്റ്റർ മൂത്ത മോന് മുന്നിൽ USA ഡോർ തുറന്നു കിടക്കുന്നു. വർഷിപ്പിന്റെ സൈൻ കിടക്കുന്നു. ഈ കണ്ടിട്ടുണ്ടോ മ്യൂസിക്കിന്റെ സൈൻ, അതും കിടക്കുന്നു ഞാൻ കാണുന്നു. I mean, I could see that my elder son, the door for the US is open, and the musical ministry, God is I've seen the musical ministry for him. ബാബു എന്നൊരു പേര് കാണുന്നുണ്ട്. കർത്താവ് കാണിക്കുന്നു, ഇരുട്ട് മാറി പ്രഭാതം യാമമാകുന്നെന്ന് പറയുന്നു. ബാബു
Brother Babu, your darkness has left from your life. You are going to see a bright morning. ബിനു സ്റ്റാഗ്നന്റ് സ്പിരിറ്റ്, നിൽക്കുന്ന സ്റ്റാഗ്നന്റ് സ്പിരിറ്റ് ഇന്ന് പുറത്തു വരാൻ പ്രാർത്ഥനയോടെ ഈ സഭയുടെ ഈ പ്രാർത്ഥനയിൽ കയറിക്കൂ. ഭയങ്കര ഈ പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഭയങ്കര ബ്രേക്ക് ത്രൂകൾ ഞാൻ കാണുന്നു. കെട്ടിവെച്ച കയറ് തീങ്കൽ കത്തി അമരുന്നതും അത് പൊട്ടിമാറുന്നതും ഞാൻ കാണുന്നു. ചണച്ചരട് പോലെ Brother Bino, yes, stagnant spirit is moving from our life, and in this prayer, in this fasting prayer, oh, I've seen that many ropes which have bounded the people is burned in the fire, and I'm released. I see good everything to be loosened it. പക്ഷെ ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ബീഹാർ, UP അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഭയങ്കര പവർ അടിക്കുന്ന ഞാൻ കാണുന്നു. Amen. I've seen that while you are praying here in this place, in Bihar and UP, God is touching these people. A heavy wind is blowing on that place. ഇവിടുത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആ സ്ഥലങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കണം. In your prayer, you have to carry, you have to take that Bihar and UP. ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. Close your eyes. I want to pray. കർത്താവേ, ഞങ്ങൾ തുറക്കുകയാണ്, ഞങ്ങളെ മീതെ സ്വർഗം തുറക്കണമേ. Lord, we were opening over us. Let heaven open. കരങ്ങൾ ഉയർത്തി പറ, എന്റെ വീടിനെ തുറക്കുന്നു, എന്റെ മിനിസ്ട്രിയെ, എന്റെ അക്കൗണ്ടിനെ, എന്റെ ഹൃദയത്തെ, എന്റെ രഹസ്യങ്ങളെല്ലാം തുറന്നു വെക്കുക. നീ അതിനെ ശുദ്ധീകരിക്കണം. Lord, everybody say, Lord, I open the door for you to enter in my family, in my personal life, in my secret place, in my business, in our church, in my ministry, everywhere. Lord, I open it. You sanctify it and fill and let us receive the answer. നിങ്ങൾ നിങ്ങളുടെ സഭയെ തുറന്ന് പ്രാർത്ഥിക്കുക. സഭയെ തുറന്ന് പ്രാർത്ഥിക്കുക. സഭയ്ക്കകത്ത് വർഷിപ്പിന്റെ റലം വേറൊന്നിലേക്ക് കയറാൻ പോകുന്നു. ഞാൻ കാണുന്നു അഗ്നിമയ രഥം അതിനകത്ത് ഇറങ്ങുന്നു. അർത്ഥം ഭയങ്കര പ്രോഫറ്റിക്കൽ ഔട്ട്പോറിംഗിൽ ഈ വർഷിപ്പുമായി ആളുകൾ അതിനകത്ത് എഴുന്നേക്കും. കുഞ്ഞുങ്ങൾ യൂത്ത് എഴുന്നേക്കും. I could see that the church is open and the prophetic realm will open. I could see the fire of chariots is appearing, the house of the Lord. പ്രവാചകന്മാരും അവർ ആത്മമണ്ഡലം കയറുകയും ഇറങ്ങുകയും യേശുവിന്റെ ചെയ്തതുപോലെ പാസ്റ്ററെ, ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പേരിനകത്ത് തിളക്കമുണ്ടാകും. നിങ്ങളുടെ വസ്ത്രം തിളങ്ങും, മാൻഡിൽ തിളങ്ങും, കൃപാവരങ്ങൾ തിളങ്ങും. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തിളക്കമടിക്കുന്നു. 1, 2, 3 പൊസിഷൻ ബിസിനസിന്റെ ഏരിയ ഞാൻ കാണുന്നു. എത്ര ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ 1, 2, 3 എന്ന് ഞാൻ കാണുന്നു. കാറ്റടിക്കുന്നു, വെളിച്ചമടിക്കുന്നു. Amen. I could see, Pastor, in this fasting prayer, my God is going to make you shine, and your ministry and your business everywhere. I could see it is shining. 3 realm God is operating in the or giving the shining in the 3 realm. പിതാവേ, എന്റെ മേൽ തന്ന വചനത്തെ ഇവരുടെ മേൽ വെക്കുകയാണ്. അങ്ങ് ഈ വചനത്തെ അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ടും അനുഗ്രഹിക്കണം. മാനുഷികമായതെല്ലാം മാറണം. ദൈവം വെച്ച പ്രവചനത്തിന് ആമേൻ പറയും. Amen. Lord, I thank you that all the word which are given to me, I come before you. There won't be any human word. Let everything from you, Lord, let it come to pass upon the people those are received in Jesus' name. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്ന നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം പറയുന്നു. സാജി പാസ്റ്റർക്കായി, ലീഡർഷിപ്പിനായി, തന്റെ കുടുംബത്തിനായി ഞാൻ സ്തോത്രം പറയുന്നു. ഇതെനിക്കും ഒരു അനുഗ്രഹമായിരുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തിരുവനന്തപുരത്ത് നമുക്കൊരു ചർച്ച ഉണ്ട്. തിരുവല്ലയിലെ പ്രദേശത്താണ് ഞാൻ ആയിരിക്കുന്നത്. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. Thank you, Pastor. And he said that he's greet the pastor and the leader.